തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടലോര കോട്ടയാണ് വട്ടക്കോട്ട. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ സംരക്ഷണ സംവിധാനങ്ങളുടെ ഭാഗമായി പണികഴിപ്പിച്ച ഈ കോട്ട പൂർണ്ണമായും കരിങ്കല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിലെ വേണാട് രാജാക്കന്മാർ 18-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് ഈ കോട്ട. എന്നാൽ 1741 മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ കോട്ട പണിതത്. മൂന്നര ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട പൂർണ്ണമായും കരിങ്കല്ലിനാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയ്ക്ക് ചുറ്റും 25 അടി ഉയരമുള്ള കൂറ്റൻ മതിലുകളുണ്ട്. ഇവിടെ നിന്നുമുള്ള അറബിക്കടലിൻ്റെ കാഴ്ചകൾ നയനമനോഹരമാണ്. വിദൂരത്തായി കാണപ്പെടുന്ന കാറ്റാടിപ്പാടങ്ങളും അതിനോട് ചേർന്ന് കാണപ്പെടുന്ന തെങ്ങിൻ തോപ്പുകളും എല്ലാം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കടൽ തീരത്തുള്ള കോട്ടകളുടെ നിർമ്മിതിയിൽ നിന്നും വ്യത്യസ്തമായി അല്പം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗം മാത്രമാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്നത്. പലതരത്തിലുള്ള പ്രത്യേകതകൾ വട്ടക്കോട്ടയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന് കോട്ടയുടെ മേൽക്കൂര തന്നെയാണ്. കല്ലുകൾ കൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. ഈ മേൽക്കൂരയിൽ പല ഭാഗങ്ങളിലായി മത്സ്യമുദ്രകൾ കാണുവാൻ സാധിക്കും. പാണ്ഡ്യന്മാരുടെ കാലത്താണ് ഈ മുദ്രകൾ എന്നതാണ് ചരിത്രകാരന്മാർ അറിയിക്കുന്നത്. കന്യാകുമാരിയിലെ സ്ഥിരം തിരക്കുകളിൽ നിന്നും സഞ്ചാരികൾ പൊതുവെ വിട്ടുപോകുന്ന ഒരിടം കൂടിയാണ് കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വട്ടക്കോട്ട. തമിഴ്നാട്ടിലാണ് നിലനിൽക്കുന്നതെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിലും വ്യക്തമായ സ്ഥാനമുണ്ട് വട്ടക്കോട്ടയ്ക്ക്. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട തിരുവിതാംകൂർ രാജാക്കന്മാർ അവസാനമായി നിർമ്മിക്കപ്പെട്ട തീരദേശ കോട്ട കൂടിയാണ്. നയൻതാര കേന്ദ്ര കഥാപാത്രമായി എത്തിയ മൂക്കുത്തി അമ്മൻ എന്ന സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷനും ഈ സ്ഥലം തന്നെയായിരുന്നു. ഇനി ഒരിക്കൽ നിങ്ങൾ കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ വട്ടക്കോട്ട.